എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ വിഭാഗത്തിൽപ്പെട്ടതല്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു വലിയ ശാസ്ത്രമാണ്. അതുമാത്രമല്ല, ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരെ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നിർത്തണം. കാരണം നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മേടരാശിക്കാരുടെ 7.5 ശനിയെ പറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് കേൾക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7.5 ശനി ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാവുന്നവരും ജ്യോതിഷത്തെക്കുറിച്ച് അത്രയ്ക്ക് ജ്ഞാനമില്ലാത്തവരും ഭയന്നിട്ട് താൻ ഇരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. കാരണം 7.5 ശനി എന്താണെന്നും 7.5 ശനി നിങ്ങളെ എന്ത് ചെയ്യുമെന്നും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു കാര്യവുമില്ല. നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, 7.5 ശനി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ പ്രധാനമായിട്ടുള്ള സംഭവം തന്നെയാണ്. അതിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കും. 7.5 ശനി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം വരും. അപ്പോൾ ഈ 3 പ്രാവശ്യവും മനുഷ്യൻ അഭിമുഖീകരിച്ച് തന്നെ വേണം. ഫംഗസ് ശനി, പൊങ്ക് ശനി, വാർദ്ധക്യ ശനി എന്നിങ്ങനെ 3 ശനിയുണ്ട്. ഇപ്പോൾ ഫംഗസ് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പകാലത്തിൽ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്ന് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ വകതിരിച്ചറിയാനുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്നും മനസ്സിലാക്കിയിട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളുടെ ബുദ്ധിശാലിത്തനവും നമ്മളുടെ പ്രവൃത്തികളും കണ്ട് ശനി നമ്മളുടെ മേൽ ദണ്ഡിക്കുന്ന സ്വഭാവം കുറയ്ക്കും. അതിനൊരു ചെറിയ ഭംഗം വരും. ശനിയുടെ ദണ്ഡിക്കുന്ന സ്വഭാവത്തിന് ചെറിയ ഭംഗം വരും. നമ്മളെ കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കും. അതിന് നമ്മൾ ഭംഗശനി എന്ന് പറയും. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് വരുന്ന 7.5 ശനി എന്ന് പറയുന്നത് ഭംഗശനിയാണ്. രണ്ടാമത് നമ്മൾ യൗവനയുക്തയായി നമ്മൾ ജീവിതത്തിൻ്റെ വലിയ വലിയ പടക്കളങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി ഇങ്ങനെ പറന്ന് പോകുമ്പോൾ, വലിയ മേച്ചിൽപ്പുറങ്ങൾ നമ്മളുടെ പേരിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറന്ന് പോകുമ്പോൾ ശനിയും നമ്മളെ ആ പറക്കാനുള്ള ചിറകുകളും നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ സ്വപ്നങ്ങൾക്കും കൂട്ടുനിന്ന് നമ്മളെ പറക്കാൻ അനുവദിക്കും. നമ്മളിങ്ങനെ പൊങ്ങി പറന്നു പോകാൻ സഹായിക്കുന്നതാണ് പൊങ്ങ് ശനി. ഇത് 2ാമത്തെ പ്രാവശ്യം വരുന്നതാണ്. 3ാമത്തെ പ്രാവശ്യം വരുന്ന ശനിയാണ് വാർദ്ധക്യ ശനി. ഇപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം വളരെ ദൂരത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. അതിൻ്റെ സഞ്ചാരം വളരെ പതുക്കെയായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അതിൻ്റെ പ്രദക്ഷിണം പൂർത്തീകരിക്കുന്നതിന് 30 വർഷമാകും. ഇപ്പോൾ നമ്മൾ ഈ 30 വർഷത്തിൽ 22.5 വർഷം കഴിയുമ്പോൾ ബാക്കിയുള്ള 7.5 വർഷം 7.5 ശനിയാണ്. അപ്പോൾ 30 വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് 7.5 ശനി വരുമെന്നർത്ഥം. ഒരു ആവറേജ് കണക്കാണിത്. അപ്പോൾ അടുത്ത 30 വർഷത്തിൽ അടുത്ത 7.5 ശനി വരും. അത് കഴിഞ്ഞുള്ള 30 വർഷത്തിൽ അടുത്ത 7.5 ശനി വരും. അപ്പോൾ ഇത് നമ്മൾ ജനിക്കുന്ന സമയവും കാലങ്ങളും ഒക്കെ കണക്ക് വെച്ച് ഈ ആദ്യം വരുന്നത് ചില പേർക്ക് ജനിക്കുമ്പോൾ തന്നെ 7.5 ശനി വരികയും പിന്നെ 30 വർഷം കഴിഞ്ഞ് 2ാമത്തത് വരികയും അടുത്ത 30 വർഷത്തിൽ 3ാമത് വരികയും ചെയ്യും. ഇപ്പോൾ ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ എത്രാമത് തവണയാണ് 7.5 ശനി വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1ാമത്തെയും 2ാമത്തെയും പ്രാവശ്യം 7.5 ശനി വരുമ്പോൾ ശനി നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാറില്ല. 7.5 ശനി വന്നതായിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ 22.5 വർഷം കഴിയുമ്പോഴും ശനി 7.5 ശനി 12ാം ഇടത്തിലും 1ാം ഇടത്തിലും 2ാം ഇടത്തിലും സഞ്ചരിക്കുമ്പോൾ 7.5 ശനി എന്ന് പറയും. 7.5 ശനി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സ്വത്തെല്ലാം നശിക്കും, നിങ്ങളുടെ പണമെല്ലാം നശിക്കും, നിങ്ങളുടെ അന്തസ്സെല്ലാം നശിക്കും, നിങ്ങൾക്ക് ഉള്ള സർവ്വവും നശിച്ചു പോകും. എല്ലാം പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അത് ഒരു വലിയ തെറ്റാണ്. 7.5 ശനി കാലങ്ങളിൽ അങ്ങനെ ഒന്നും വലുതായിട്ട് സംഭവിക്കുകയില്ലെന്ന് വേണം സത്യമായും പറയാൻ. 7.5 ശനി സമയത്ത് നിങ്ങൾ നേരവും കാലവും നോക്കാതെ നിങ്ങൾ തന്നെ അകലക്കാൽ വെച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു വേറെ സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് 7.5 ശനി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
ഏഴര ശനി നമുക്ക് ആരംഭിച്ചു ഇല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചുറച്ചിട്ട് ഒരു പ്രതിജ്ഞ എടുക്കണം. നമ്മൾ ഇനി വളരെ ശ്രദ്ധിച്ചേ മുന്നേറാൻ പോകുന്നുള്ളൂ, വളരെ ശ്രദ്ധിച്ചാണ് നമ്മളുടെ പ്രവൃത്തികളും വാക്കുകളും നമ്മൾ ചെയ്യാൻ ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏഴര ശനിയുടെ കാലത്ത് ശനി ഒന്നും തന്നെ ചെയ്യാറില്ല. അഷ്ടമശനി നടക്കുമ്പോഴാണ് ശനി ഡയറക്റ്റായിട്ട് നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൈവെക്കത്തുള്ളൂ. ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അതെല്ലാം അതുപോലെ തന്നെ നടന്നു പോകും. അതുമാത്രമല്ല, ഒരാളുടെ ദശാകാലം ജാതക രീതിയാകെ നോക്കുമ്പോൾ അയാളുടെ ദശാകാലം ഒരു നല്ല രീതിയിൽ പോകുന്ന ദശാകാലമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏഴര ശനി ഒന്നും തന്നെ ചെയ്യാറില്ല. ജാതക രീതിയാകെ നല്ല ഗ്രഹനില ഉള്ളവർ, നല്ല ശനി എന്ന് പറയുന്ന ഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർ, അവരുടെ ജാതകത്തിൽ ഫലങ്ങൾ കൊടുക്കുന്ന മാതിരിയുള്ള ജാതകർക്ക് തീർച്ചയായിട്ടും ഒരു രീതിയിലും ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളും നടക്കത്തില്ല എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, ദാനം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെല്ലാം കിടപിടിച്ചിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതത്തിൽ ശനി ഒന്നും തന്നെ നെഗറ്റീവായിട്ട് ചെയ്യത്തില്ലെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിലും കണ്ടതാണ്. ഇത്ര വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനത് പറയുകയാണ്. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴര ശനി ഇപ്പം നിങ്ങൾക്ക് ആരംഭിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഏഴര ശനിക്ക് മുന്നേ ഇപ്പം 11ാം ഇടത്തിൽ ശനി ഇപ്പോൾ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നന്മകളും, സ്വത്ത്, സുഖം, പണം, പ്രേമം, വിവാഹം, വലിയ വീട്, നല്ല തൊഴിൽ, നല്ല വ്യാപാരം എന്നുവേണ്ട സകല നന്മകളും നിങ്ങൾക്ക് തന്നിട്ടിരുന്നപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഇരുന്നാൽ, നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും ഒക്കെ കിടപിടിച്ച് നിങ്ങൾ ജീവിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത്, ശനി നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കണ്ണു മൂടിയിട്ട് വാരി തരും. എല്ലാം, പണം, സുഖം, പൊരുൾ, സമ്പത്ത്, വീട്, കാറ്, ബംഗ്ലാവ് എന്നെല്ലാം തരും. ഈ സമയത്ത് നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്കെല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് അവർ തരുന്ന ഫലം രണ്ട് കൈയും നീട്ടി വാങ്ങിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഏഴര ശനി തുടങ്ങിയെന്ന് നനച്ച് 12ാം ഇടത്തിൽ ശനി വരുമ്പോൾ അതിന് ഒത്തിരി ചെലവ് വരും എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് നല്ല പണവരവുണ്ട്, സുഖങ്ങളുണ്ട്, ദമ്പതി സുഖമുണ്ട്, തൊഴിൽ സുഖമുണ്ട്, വ്യാപാരമുണ്ട്, എല്ലാ രീതിയിലും നിങ്ങൾക്ക് നന്മകളുണ്ട്. എല്ലാ തുറകളിലും ഇരിക്കുന്നവർക്ക് വളരെ നന്നായിട്ടൊരു കാലഘട്ടമാണ്. എന്നാലും ഞാനിപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള പല രാശിക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോരോ തുറകളിലുള്ളവരെ എടുത്തെടുത്ത് അവർക്ക് ഇന്ന നന്മകൾ നടക്കും എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാ നന്മകളും തീർച്ചയായിട്ടും നടക്കും. എന്നാലും ആദ്യം ഏഴര ശനി വരുന്നവരായാലും, രണ്ടാമത് ഏഴര ശനി വരുന്നവരായാലും, മൂന്നാമത് ഏഴര ശനി വരുന്നവർക്കായാലും നിങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പോയിന്റുകൾ ഞാനിവിടെ എടുത്തു പറയുകയാണ്. ഇത് നിങ്ങൾ വീണ്ടും ഇട്ട് കേൾക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏഴര ശനി എന്ന് പറയുന്നത് 7.5 വർഷമാണ്. അതിലിപ്പം ഫസ്റ്റ് 2.5 വർഷത്തെ ഈ ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ടാലും ഒരു കൂടിപ്പോയാൽ ഒരു 2 ദിവസം ഇല്ലെങ്കിൽ ഒരു 5 ദിവസം ഇല്ലെങ്കിൽ ഒരു മാസം നിങ്ങളിത് മനസ്സിൽ വെച്ചിരിക്കും. പിന്നെ നിങ്ങൾ മറക്കും. ഇപ്പോൾ ഇത് മറന്നു കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോയിന്റുകളിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ അത് താനാ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കുക. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിധത്തിലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയുക. നിങ്ങളൊരു ഏഴര ശനി സമയത്ത് നിങ്ങളൊരു മായാ പ്രപഞ്ചത്തിലാകുകയും നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള സർവ്വവും നശിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണണം. നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ കഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം പൂ പോലെ, പുഷ്പം പോലെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ ഏഴര ശനി തുടങ്ങി ശനി നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ ദേഹത്തിലോ നിങ്ങൾ എവിടെങ്കിലും പോകുമ്പോൾ തീർച്ചയായിട്ടും കാക്ക കാഷ്ടിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴോ വണ്ടിയിൽ പോകുമ്പോഴോ കാക്ക വന്ന് നിങ്ങളുടെ തലയിലോ ദേഹത്തോ ഇങ്ങനെ അള്ളിയിട്ട് പോകും. ഇത് നിങ്ങളെ ശനി പിടിച്ചു എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടും ഉള്ള ഒരു ലക്ഷണമാണ്. മേടരാശിക്കാർ എപ്പോഴും കുട്ടികളെ പോലെയാണ്.
കുട്ടികളെപ്പോലെ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശാഠ്യം പിടിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടാലും ഭയങ്കരമായിട്ട് ചിരിക്കും, പൊട്ടിച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള മനസ്സിൻ്റെ ഉടമകളാണ്. അതുമാത്രമല്ല, എപ്പോഴും വളരെ ഹാസ്യമായിട്ട് സംസാരിക്കുന്നതും കൂടെ നിൽക്കുന്നവരെ ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പൊതു സ്വഭാവം മേടരാശിക്കാർക്കുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി മുന്നേറണമെന്നാണ് എൻ്റെ അഭിപ്രായം. തിരുക്കണിത പഞ്ചാംഗത്തിൻപടി 2025 മാർച്ച് മാസം 28-ാം തീയതിയും വാക്യ പഞ്ചാംഗത്തിൻപടി ഫെബ്രുവരി 5-ാം തീയതി 2026 ശനി മീനത്തിലോട്ട് കാലെടുത്തു. അപ്പോഴാണ് നിങ്ങൾക്ക് 7.5 ശനി ആരംഭിക്കുന്നത്. അശ്വതി 4 പാദം, ഭരണി 4 പാദം, കാർത്തിക ഒരേ ഒരു പാദം അടങ്ങുന്നതാണ് മേഷരാശിക്കാർ, മേടക്കൂറുകാർ. ശനി ഒരു സമചിന്തയുള്ള ധർമ്മചിന്തയുള്ള ഒരു ഗ്രഹമാണ്. ആരെയും ദ്രോഹിക്കാത്തവരെയും ആരെയും ഉപദ്രവിക്കാതെ ദാനധർമ്മ ചിന്തകളോട് ജീവിക്കുന്നവരെയും യാതൊരു വിധത്തിലും ദണ്ഡിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ശനി വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതിന് 30 വർഷമാകും എന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു. അപ്പോൾ ശനി ചെയ്യുന്ന പ്രവൃത്തികളും, ശനി ഒരാളിന് നന്മകൾ കൊടുത്താലും തിന്മകൾ കൊടുത്താലും അത് മനസ്സിലാക്കാൻ ഒരുപാട് കാലമെടുക്കും. ഈ കാലങ്ങളിൽ നിങ്ങൾ ദാനധർമ്മത്തോടെ നടക്കണം. ഇതുവരെ നടന്നില്ലെങ്കിൽ പോലും ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നിങ്ങൾ നടക്കണം. ദാനം, ധർമ്മം അത് രണ്ടും എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദാനമെന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞതിന് ശേഷമോ അയാൾക്ക് സഹായമോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുന്നതാണ് ദാനം. എന്ന് വെച്ചാൽ ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപകാരം ചെയ്യുമ്പോൾ അത് ദാനം. എന്നാൽ ധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തി ചോദിക്കാതെ തന്നെ മറ്റാരെങ്കിലും പറഞ്ഞറിയാതെ തന്നെ നിങ്ങൾ മാത്രം അറിഞ്ഞ് അയാൾക്ക് കൊടുക്കുന്ന ഉപകാരവും കാര്യങ്ങളുമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാലത്തിലെല്ലാം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോ അരി കൊടുത്താലും അത് ഉടനെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. അത് ദാനവുമല്ല ധർമ്മവുമല്ല. നമ്മുടെ നാട്ടിൽ പൊതുവാകെ ഗൾഫുകാർ നിറയെ പേരുണ്ട്. ഗൾഫിൽ പോയി ഒരുപാട് സമ്പാദിക്കുന്നു. ഇപ്പോൾ ഗൾഫിൽ നിൽക്കുന്നവരെല്ലാവരും ഒരുപാട് സമ്പാദിച്ച് കൈ നിറയെ പണം വെച്ചിരിക്കുന്നവരാണ്, ഇല്ലേ നാട്ടിലുള്ളവരുടെ പേരിൽ അയച്ചു കൊടുത്തിട്ടിരിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം ഇങ്ങോട്ട് നാട്ടിലോട്ട് വരികയും കയ്യിലുള്ളതിൻ്റെ ഒരു 5 മടങ്ങ് കടം വാങ്ങി നിങ്ങൾ അത് ചിലവാക്കി വീടോ ബംഗ്ലാവോ വാഹനമോ പുതിയ തൊഴിൽ തുടങ്ങുന്നതായിട്ടോ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. കുറേയേറെ അധികമായിട്ട് പണമുള്ളവരും കുറച്ച് പണമുള്ളവരായാലും ഇനി നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഓരോ പൈസവും നിങ്ങൾ വളരെയധികം ചിന്തിച്ചു വേണം ചെലവ് ചെയ്യാൻ. വളരെ അത്യാവശ്യമെന്നുള്ള സ്ഥലത്തിൽ മാത്രമേ നിങ്ങൾ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. മേടരാശിക്കാരുടെ ലൈഫ് പാർട്ട് എന്ന് പറഞ്ഞാൽ മേടരാശിക്കാർ ഭർത്താവാണെങ്കിൽ ഭാര്യയും ഭാര്യയാണെങ്കിൽ ഭർത്താവിനും നല്ല നേരമാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ടുള്ള ഫലങ്ങളായിരിക്കും കിട്ടുന്നത്. ഈ 12-ാം ഇടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം വളരെ സുലഭമായിട്ട് ചെലവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെലവ് ചെയ്യാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാൻ വേണം. നിങ്ങൾ ആരെങ്കിലെയും ഇപ്പോൾ പ്രേമിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ബന്ധം, ആണ് പെണ്ണിനോടോ പെണ്ണ് ആണിനോടോ ഒരു ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഈ 12-ാം ഇടത്തിലോട്ട് ശനി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകും. അപ്പം നിങ്ങൾ ആ ബന്ധം ഉലച്ചിലുണ്ടാകുമ്പോൾ അത് പോകുന്ന പോട്ടും എന്ന് പറഞ്ഞ് നിങ്ങളിരിക്കണം. അല്ലാതെ ആ പോകുന്ന ബന്ധത്തിന് വീണ്ടും നമ്മളിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അധികമായിട്ട് പണം ചെലവ് ചെയ്യുകയും ആ വ്യക്തിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും വളരെ വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് പണം കെട്ടുകെട്ടായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ പണം ചെലവാകുന്നതിനുള്ള ഒരു വഴി നിങ്ങൾ തുറന്നിടുകയാണ്. ആ വഴിയിലൂടെ നിങ്ങൾ എല്ലാ പണവും ചെലവ് ചെയ്ത് തീർക്കും. അതുമാത്രമല്ല, ചില ആൾക്കാർ കടം വാങ്ങിച്ച് ഇങ്ങനെ ചെലവ് ചെയ്യും. കടം വാങ്ങിച്ച് ചെലവ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് നമ്മളുടെ പക്കലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചെറിയ കാമുകന്മാരെല്ലാം ചിലവ് ചെയ്തിട്ട് അവസാനം കാമുകിയുടെ വീട്ടിൽ പോയി വലിയ ലിസ്റ്റുമായിട്ടൊന്നും നിൽക്കരുത്. ഞാൻ ഇത്രയും ചിലവാക്കി എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനൊന്നും നിൽക്കരുത്. അതൊക്കെ സിനിമയിലേ നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഭാഗം ചെലവ് ചെയ്യാനുള്ള ആ ഭാഗം ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കും. മനസ്സിൽ തോന്നുന്ന എല്ലാ ചെലവുകളും ചെയ്യരുത്. ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ ശനി പിടിക്കുക എന്ന് പറഞ്ഞാൽ
അയാളുടെ ബുദ്ധി കുറച്ച് മന്ദീഭവിച്ചു വരുന്നു എന്നർത്ഥം. അപ്പം നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം സാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ ചില പോയിന്റ്സ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ചിലവ് ചെയ്യണമെന്ന് തോന്നും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടനെ വാങ്ങിക്കണമെന്ന് തോന്നും, ഇല്ലെങ്കിൽ കയ്യിലില്ലാത്ത കാശ് എല്ലാം കടമൊക്കെ വാങ്ങി ഒരു വീട് വെക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ പുതിയതായിട്ട് തൊഴിൽ ഉണ്ടാകണമെന്ന് തോന്നും, വ്യാപാരം തുടങ്ങാമെന്ന് തോന്നും. നിങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇരിക്കുന്ന കാശ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെലവ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും മേടരാശിക്കാർ ഓരോരുത്തരും വിചാരിക്കും, അയ്യോ നമുക്ക് മാത്രമേ ഉള്ളൂ കഷ്ടം, നമുക്ക് മാത്രമേ ഉള്ളൂ കഷ്ടം. ഈ ഭൂഗോളത്തിലിരിക്കുന്ന മൊത്തം ജനസംഖ്യയിൽ 12% മേടരാശിക്കാരാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ലോക ജനസംഖ്യയിൽ 12% മേടരാശിക്കാരാണ്. എന്ന് വെച്ചാൽ ഏകദേശം 68,33,00,000 ജനങ്ങൾ മേടരാശിക്കാരാണ്. അപ്പോൾ ഈ മേടരാശിക്കാർക്കെല്ലാം ഞാൻ ഈ പറയുന്ന ഫലങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കും. അത് മാത്രമല്ല, ആകെ മൊത്തത്തിൽ 9 ഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരേ ഒരു ഗ്രഹമാണ് ശനി. ബാക്കി 8 ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 8 ഗ്രഹങ്ങൾ, അതിൽ ഓരോ മാസവും മാറുന്ന ഗ്രഹങ്ങളുണ്ട്, 2.5 ദിവസത്തിൽ മാറുന്ന ഗ്രഹങ്ങളുണ്ട്, 40 ദിവസത്തിൽ മാറുന്ന ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഓരോ സ്ഥലത്തോട്ട് മാറി മാറി നിങ്ങൾക്ക് നന്മകൾ ചെയ്യാനായിട്ട് കാത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു വിധത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന പോയിന്റുകളിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു അതെല്ലാം നിങ്ങൾ ചെയ്യാതിരിക്കും. 7ാം ശനി സമയത്ത് ശനി പിടിച്ചു കഴിഞ്ഞാൽ, 7ാം ശനി, കണ്ടകശനി, അർദ്ധാഷ്ടമശനി, അഷ്ടമശനി ഇതെല്ലാം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഠിനമായിട്ട് ജോലി ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ജോലി ചെയ്യുക. പക്ഷേ ശമ്പളം ഇച്ചിരി കുറവായിരിക്കും. എന്നാലും നമ്മളവിടെ പിടിച്ചു നിൽക്കണം. ഇതിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, 7ാം ശനിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെയധികം ജോലി ചെയ്യുകയും കുറച്ച് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ഒരു സമയം. നമ്മുടെ അടുത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നമ്മളെക്കാളും കുറച്ച് സമയമായിരിക്കും അയാൾ ജോലി ചെയ്യുന്നത്, പക്ഷേ അയാൾ അധികമായിട്ട് ശമ്പളം വാങ്ങും. നമ്മൾ അയാളെക്കാളും 4 മണിക്കൂർ അധികം ജോലി ചെയ്യും, അയാളെക്കാളും കുറച്ച് ശമ്പളമേ വാങ്ങും. ഇപ്പോൾ ഇത് നമ്മളുടെ നേരം കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. അവിടെ പോയി എനിക്കിനി ഈ ജോലി വേണ്ട, ഞാൻ വേറെ സ്ഥലത്ത് പോയി ജോലി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവിടത്തെക്കാളും കഷ്ടമായിരിക്കും നിങ്ങൾ പോകുന്ന സ്ഥലം. അതുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഈ ജോലി ചെയ്തങ്ങ് തീർക്കുക. ഈ സമയത്ത് നിങ്ങൾ ഭൂമി വാങ്ങുന്നതും നിങ്ങൾക്കുള്ള ഭൂമി വിൽക്കുന്നതും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ 2 ഡീലിങ്സിലും നിങ്ങൾക്ക് പൂർണ്ണമായും നന്മകൾ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം വരുമ്പം തന്നെ ഭൂമി വിൽക്കണമെന്നോ ഇല്ലെങ്കിൽ നമുക്ക് കയ്യിലിരിക്കുന്ന കാശിനും കുറച്ച് കടമെടുത്ത് നമുക്ക് ഭൂമി വാങ്ങാമെന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. വലിയ എമൗണ്ടുകൾ ഡീൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ചിട്ടി പിടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷത്തിനൊക്കെ ചിട്ടി പിടിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ ചിട്ടി പിടിക്കുന്നവരോ ഫൈനാൻഷ്യലായിട്ട് ബിസിനസ് ചെയ്യുന്നവരോ ഈ ചിട്ടിയിൽ ചേർന്നിട്ടുള്ളവരും ഇതിൽ ബാധകമാണ്. എങ്ങനെയെങ്കിലും വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വെളിയിൽ വരാൻ ശ്രമിക്കുക. ആ ചിട്ടി എടുത്ത് പൊലിഞ്ഞതിന് ശേഷം അത് വാങ്ങിച്ച് വെളിയിൽ വരണം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മേട രാശിക്കാരായിട്ടുള്ളവർ ചിട്ടിയൊക്കെ പിടിക്കുന്നവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്രയും കാലം പട്ടുമെത്തയിൽ കിടന്നവർ, സപ്രപഞ്ചത്തിലൊക്കെ കിടന്നവർ ഇനിയുള്ള കാലം അങ്ങനെ കിടക്കാനുള്ള ഒരു സുഖമുണ്ടാകത്തില്ല. കാരണം 12ാം ഇടം എന്ന് പറഞ്ഞാൽ അയന ശയന ഭോഗസ്ഥാനം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരീരമായിട്ടുള്ള സുഖവും ഉറക്ക സുഖവും എല്ലാം കുറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ സ്വന്തം മെത്തയിൽ കിടന്നുറങ്ങിയാണല്ലോ, അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ ഒരു അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയോ ഇല്ലെങ്കിൽ ഡോക്ടർ തന്നെ പറയും ചിലപ്പോൾ ഇനി മെത്തേ കിടക്കാൻ പാടില്ല, ഈ അസുഖത്തിന് നിങ്ങൾ തറയിലൊരു പായിട്ട് അല്ലെങ്കിൽ തറയിലൊരു തുണി വിരിച്ച് കിടക്കാൻ പറയും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ പട്ടുമെത്തയിൽ കിടക്കാനുള്ള സാഹചര്യം കുറയും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾക്ക് അയൽവക്കത്തിലുള്ളവർ തന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 7ാം ശനി എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന, അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാറ്റഗറിയിലുള്ളതായിരിക്കും. ദാനം, ധർമ്മം, നീതി, ന്യായം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് ജാതകത്തിൽ അതുപോലുള്ള ബലങ്ങളുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ച് ദശാകാലങ്ങൾ നടക്കുന്നവരായിരിക്കും. വലിയ തുക ഉപയോഗിച്ച് തൊഴിൽ തുടങ്ങുന്നതോ വ്യാപാരം തുടങ്ങുന്നതോ അല്ലെങ്കിൽ വലിയ കമ്പനികൾ തുടങ്ങുന്നതോ
എന്നൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് നഷ്ടത്തിലേ പോയി സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇനിയും കുറേ കാലം കഴിഞ്ഞ് നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ ഉള്ള കാശെല്ലാം നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾ പക്വമായിട്ട് ചിലവ് ചെയ്ത് മുന്നേറണം. ഇപ്പോൾ പ്രത്യേകിച്ച് 11-ാം ഇടത്തിൽ ഇരുന്ന അധികമായിട്ട് പണവരവും എല്ലാ കാര്യങ്ങളും തന്ന ശനീശ്വരൻ ആ പണമെടുത്ത് ഇപ്പോൾ വീട് കെട്ടി പാതിയിൽ നിൽക്കുന്നവരും, ഒരു ബിസിനസ് തുടങ്ങി പാതിയിൽ നിൽക്കുന്നവരും, ഒരു വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും, അങ്ങനെയുള്ള വലിയ വലിയ ചിലവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിന് മാത്രമേ വിവാഹം കഴിക്കുകയോ വീട് കെട്ടുകയോ ബിസിനസ് ആരംഭിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പൈസ തരാനായിട്ട് നിറയെ പേര് വരും. ഞാൻ തരേണ്ട, ഇന്ന് 5 ലക്ഷം ഉണ്ട്, നീ വാങ്ങിച്ച് ആ വീട് അങ്ങോട്ട് പൂർത്തിയാക്കിയേ എന്ന്. ആ പൈസ തരുന്നവർ ചിലപ്പോൾ പറയും എനിക്ക് 5 വർഷം കഴിഞ്ഞ് തന്നാൽ മതിയെന്നോ, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് തന്നാൽ മതിയെന്നോ ഒക്കെ പറയും. എന്നാൽ നിങ്ങൾ ആ പൈസ വാങ്ങിച്ച് 6 മാസത്തിനുള്ളിൽ അവർ നിങ്ങളുടെ അടുത്ത് പണം കേട്ടു വരികയും അവർക്കും പ്രശ്നങ്ങളുണ്ടാകുകയും നിങ്ങൾക്കും നിങ്ങൾക്കും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതാകുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് ആരോടും കടം വാങ്ങിക്കരുത്. ഇപ്പോൾ പാതിയിലാണ് വീട് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ആ വീട് പൂർത്തീകരിക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ മാത്രം പൂർത്തീകരിക്കുക. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും പണം കടമെടുത്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സന്തോഷത്തെ അളവ് കൂട്ടും. പൊതുവായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു മോശമായിട്ടുള്ളൊരു പ്രവണത എന്ന് പറയുന്നത്, അടുത്ത വീട്ടിൽ കാർ ഇരുന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും കാർ വാങ്ങണം, അവർ വാങ്ങിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ കാർ വാങ്ങണം, അടുത്ത വീട്ടിൽ മതിൽ കെട്ടി ഗേറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാൾ വലിയ മതിൽ കെട്ടി ഗേറ്റിടണം, നമ്മൾ അതിനേക്കാൾ വലിയ വീട് കെട്ടണം, നമ്മൾ അതിനേക്കാൾ വലിയ ആഡംബരങ്ങൾ കാണിക്കണം എന്ന് ഉള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ട്. അത് നല്ലതാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മേട രാശിക്കാർ അതുപോലെ ആഡംബരങ്ങൾ കാണിക്കരുത്. ആഡംബരങ്ങൾ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ കാശിരുന്നാലും അതിപ്പോൾ ചിലവ് ചെയ്യാൻ പാടില്ല. ചില പേര് കടം വാങ്ങി ഇതുമാതിരിയൊക്കെ ചെയ്യും. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ തുനിയരുത്. ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി എന്നൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് 7ര ശനി ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അയന ശയന സുഖ ഭോഗ സ്ഥാനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുഖങ്ങൾ കുറയുമെന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഇടയിൽ പ്രശ്നമുണ്ടാകും. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ശനി 7ര ശനിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ശരീര അവയവങ്ങൾക്കെല്ലാം വേഗത കുറയുകയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലും ബാധിക്കും. ഒരു സ്ത്രീ പുരുഷ ഒരു ബന്ധം, ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും. ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടാകും. പഴയതുപോലുള്ള ആരോഗ്യമില്ല, പഴയതുപോലുള്ള സ്നേഹമില്ല, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം വരും. തീർച്ചയായിട്ടും വരും. ഇപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് കേൾക്കണം എന്നാണ്. അത് ഈ പോയിന്റിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ ഒരു വിദ്വേഷം ഉണ്ടാകും, ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ വലുതാക്കാതെ, ഇപ്പോൾ ഭർത്താവിന് 7ര ശനിയാണ്, ഭർത്താവിന് ഞാൻ പറഞ്ഞ കണക്കുള്ള പോരായ്മകളൊക്കെ വരും, ഉടനെ ഭാര്യ വേറൊരു വ്യക്തിയുമായിട്ട് കല്യാണം കഴിക്കാനോ. അപ്പം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന്, നാളെ നിങ്ങൾക്കും 7ര ശനി വരും. ആർക്കും 7ര ശനി വരാത്തവർ ഈ ലോകത്തില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വീണ്ടും നിങ്ങളെടുത്ത് തന്നെ ഇതുപോലെ പ്രതികരിക്കും. അപ്പം നിങ്ങളത് സഹിക്കാൻ പറ്റാതെ നിൽക്കും. അതിന് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന് അതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് സഹിച്ച് ക്ഷമിച്ചും സ്നേഹത്തോടെയും ലാളനയോടുകൂടിയും ജീവിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്ന അടുത്ത വലിയ പോയിന്റ്. പ്രത്യേകിച്ച് ഇതുവരെ ഉള്ള കാലഘട്ടങ്ങളിൽ കാമുകന്മാരായിട്ട് തന്നെ ജീവിക്കുന്ന, ഇതുവരെ കല്യാണം കഴിക്കാത്തവർക്ക് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രേമിക്കുന്നവരായിട്ടോ അല്ലെ കാമുകന്മാരായിട്ട് തുടരാനുള്ള സാധ്യതകൾ കുറവാണ്. കാമുകി വിട്ടുപോയാലോ കാമുകിയെ കാമുകൻ വിട്ടുപോയാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റായിട്ട് കാര്യങ്ങൾ തീർക്കുക. വിട്ടുവിലകി പോകുന്ന കാമുകിയെയോ കാമുകനെയോ വീണ്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി ആപ്പിൾ ഐഫോൺ വാങ്ങിക്കൊടുക്കുന്നതോ, ഇല്ലെങ്കിൽ നിനക്ക് കപ്പൽ വാങ്ങിത്തരാം, ഇല്ലെങ്കിൽ എയറോപ്ലെയിൻ വാങ്ങിത്തരാമെന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന കാശ് ചിലവാക്കുന്നതോ നിങ്ങൾ നിർത്തണം.
അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കാരണം നിങ്ങളുടെ 7.5 ശനി എന്ന് പറയുന്നത് അതിന് തടസ്സമായി തന്നെ നിൽക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം കിട്ടാറില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ വെച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഭക്ഷിക്കാൻ സാധിക്കാതെ പോകും. നിങ്ങളുടെ വീട്ടിൽ വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇരുന്നാലും ചിലപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലിടുമ്പോൾ അതിച്ചിരി അലസമായിട്ടുള്ള ഭാവമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് സൗന്ദര്യമായിട്ട് തോന്നാറില്ല. എത്രയൊക്കെ ആഡംബരമായിട്ടുള്ള വീട്ടിലിരുന്നാലും ചില സമയം നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല. അതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മുമ്പേ കൂട്ടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എത്രയൊക്കെ നിങ്ങൾ രാത്രിയും രാവിലെയും നിങ്ങളുടെ മുഖം ചൂടുവെള്ളത്തിൽ കഴുകിയോ ഒക്കെ തേച്ചു മിനുക്കിയാലും നിങ്ങളുടെ മുഖം ആ ഒരു വർണ്ണപ്പകിട്ട് ഉണ്ടാകത്തില്ല. അത് കുറഞ്ഞേ വരും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഓൺലൈനിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ നിന്നോ ക്രീമുകൾ വാങ്ങി പുരട്ടരുത്. കാരണം ആ ക്രീം തന്നെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ബ്യൂട്ടി ക്രീമെല്ലാം ഇട്ട് ഒരിക്കലും ആരും വെളുത്തവരായിട്ടുള്ള ചരിത്രമേ ഇല്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ അതുപോലുള്ള മെഡിസിൻ ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിൻ്റെ കാന്തി കൂടത്തില്ല, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നെടുത്ത് കാണിക്കുകയാണ്. അതുമാത്രമല്ല, 7.5 ശനിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ചിലപ്പം മനസ്സിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണ വരും. നമ്മളുടെ ജീവിതം നമുക്ക് സുഖിക്കാനുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന പണം മൊത്തം നമ്മളുടെ സുഖത്തിന് വേണ്ടി ചിലവാക്കണമെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കിട്ടുന്ന കാശെല്ലാം മദ്യപിക്കാനും പല രീതിയിലുള്ള സുഖങ്ങൾക്കായിട്ട് ചിലവഴിക്കാനും ഒക്കെ തുടങ്ങും. പിന്നെ കയ്യിൽ കാശില്ലാത്തപ്പം കടം വാങ്ങി ചിലവഴിക്കും. കടം വാങ്ങി വീണ്ടും കടം തരാൻ ആളില്ലാതെ, കടക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നിങ്ങൾ വീഴേണ്ടി വരും. ഇത് മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചിന്താഗതിയാണ് ഭാഗ്യം വരും. നമ്മുടെ നാട്ടിൽ തന്നെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗ്യക്കുറി എന്നാണ് പറയുന്നത്. ഭാഗ്യം വരും, അത് തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഭാഗ്യം ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണവരവും സൗഭാഗ്യങ്ങളും എല്ലാം നമ്മളെ തേടി വരും. പക്ഷേ മേടരാശിക്കാരർ ഈ 7.5 ശനി തീരുന്നത് വരെ ഭാഗ്യം വന്ന് കടാക്ഷിക്കും എന്ന് നിങ്ങൾ വിചാരിക്കാനേ പാടില്ല. ഭാഗ്യമുണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചില ആൾക്കാരൊക്കെ പറയും നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ തരാം, 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 രൂപ തരാം, 1,00,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,00,000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിലൊന്നിനും നിങ്ങൾ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും അതൊന്നും സത്യമായിരിക്കില്ല. നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരൂ. അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരുപാട് ബന്ധുക്കളുള്ള വീട്ടിലായിരിക്കും ഇരിക്കുന്നത്. ഈ ബന്ധുക്കളെല്ലാവരും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. ബന്ധുക്കൾ ഒരിക്കലും ഇനി നിങ്ങളുടെ എല്ലാ ബന്ധുക്കളും നിങ്ങളുടെ കൂടെ ഉണ്ടാകാറില്ല. അങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളും നിങ്ങൾക്ക് വിശ്വാസമായിട്ടിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കാനും പാടില്ല. അതുമാത്രമല്ല, ഭാര്യ പോലും നിങ്ങളെ തള്ളിപ്പറയും, മക്കൾ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾ മുന്നേ കൂട്ടി ഈ പോയിൻ്റെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനെ എതിർത്ത് ഫൈറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. പഴയ മാതിരി ഈ കാലഘട്ടം കഴിയുമ്പോൾ പഴയ മാതിരി വീണ്ടും ശരിയാകും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പൊതുവായിട്ട് പറയാനാണെങ്കിൽ 7.5 ശനി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷമയെ പരിശോധിക്കുന്ന ഒരു കാലമാണ്. എല്ലാ രീതിയിലും ക്ഷമയെ പരിശോധിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ബന്ധങ്ങളായാലും മറ്റു രീതിയിലായാലും, നിങ്ങൾ പോകുന്നിടത്തായാലും, ജോലി ചെയ്യുന്നിടത്തായാലും, അറ്റ്ലീസ്റ്റ് ഒരു ചായ കുടിക്കാനായിട്ടൊരു ചായക്കടയിൽ പോയാലും അവിടെ എന്തെങ്കിലും നിങ്ങളുടെ ക്ഷമയെ പരിശോധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടക്കും. എല്ലായിടത്തിലും നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ആഹാരക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒത്തിരി എരിവ്, പുളി, മസാലയൊക്കെ ചേർക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം, ചെറിയതായിട്ട് അൾസർ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വായു പ്രോബ്ലം, നിങ്ങളറിയാതെ തന്നെ എപ്പോഴും ശരീരത്തിൽ നിന്ന് വായു വെളിയിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഫുഡ്. വായു അധികം ഉണ്ടാകുന്ന ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല. വയറിന് കുഴപ്പമുള്ള രീതിയിൽ നിങ്ങൾ ഫുഡുകൾ കഴിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ കൂടെ തന്നെ ദഹനക്കുറവ്, മലശോധനം എല്ലാം വരും. എല്ലാ പ്രശ്നങ്ങളും വരും.
നിങ്ങൾ വളരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും വലിയ അളവിനൊന്നും പോകാനും പോകുന്നില്ല. ஆனால் നിങ്ങളെ എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടിരിക്കും. ഏഴര ശനി സമയത്ത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 2-3 കാറും ഒക്കെ ഉണ്ടെങ്കിലും ആ വാഹന സുഖം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാകത്തില്ല. വാഹന സുഖം മാത്രമല്ല, കട്ടിൽ സുഖം, വാഹന സുഖം ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾ സാധാരണ രീതിയിൽ സഞ്ചരിച്ച് തുടങ്ങണം. കാറിൽ പോകുന്നവരാണെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ ആ കാറുണ്ട്, കാർ അവിടെ കിടക്കട്ടെ, ബസ്സിൽ പോയി അങ്ങ് ആരംഭിക്കണം. ഇല്ലെങ്കിൽ കാറിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി റോഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകണം. തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം നിങ്ങൾ ഒഴിവാക്കണം. രാത്രി കാലം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് പറയുന്നത്, ഇരുട്ടിയതിന് ശേഷം നിങ്ങൾ വാഹനത്തിൽ പോകുന്നത് സുരക്ഷിതമല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഈ പകൽ കൂടെ ചില സമയത്ത് ഇരുട്ട് വരും. ഭയങ്കര മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഈ ഇരുളൊക്കെ വന്ന് മറച്ച് സൂര്യപ്രകാശം ഇല്ലാതെ ഒരു രാത്രിയായിട്ടുള്ള ഒരു ഭീതി നമുക്ക് ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഓൺ ദ റോഡാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം ട്രാവൽ ചെയ്യാൻ. ഏഴര ശനി സമയത്ത് നിങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് വെച്ചാൽ, ഏതാണ് നിങ്ങളുടെ വീക്ക്നെസ്, ആരാണ് നിങ്ങളുടെ വീക്ക്നെസ്? നിങ്ങളുടെ അമ്മയാണോ, ഭാര്യയാണോ, പെങ്ങളാണോ, സഹോദരങ്ങളാണോ, അനിയനാണോ, ചേട്ടനാണോ, പണമാണോ, സ്വർണമാണോ, ഭൂമിയാണോ, വീടാണോ? ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, അതുമൂലമാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ അധികമായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങളുടെ അധികം ശ്രദ്ധ പോകുന്നത്, ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വളരെ അതീവ ശ്രദ്ധയോടുകൂടി ജീവിതം നയിക്കണം. നോർമലായിട്ട് ഒരു സാധാരണ എല്ലാവർക്കും മുട്ടുവേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വന്നു വരും. അത് ചിലപ്പം നിങ്ങൾ വലിയ ഓപ്പറേഷനൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ആ വന്ന മുട്ടുവേദന താനാവേ അങ്ങ് പോകും. നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് എന്ന് വേണം എനിക്ക് പറയാനുള്ളൂ. വിശ്വസിക്കുന്നവരെല്ലാവരും നിങ്ങളെ ചതിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരു പൂർണ്ണ വിശ്വാസത്തോടെ കാണാൻ പാടില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളെ സ്നേഹിച്ച് വിശ്വസിപ്പിച്ച് വഞ്ചിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരെ വളരെയധികം അതീവ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കണമെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അയൽപ്പക്കക്കാരോടോ അല്ലെങ്കിൽ നിങ്ങൾ സഹകരിക്കുന്നിടത്തോ, ജോലി ചെയ്യുന്നിടത്തോ, കമ്പനിയിലോ ആരെടുത്തും നിങ്ങൾ വഴക്കിന് പോകരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിജയിക്കാൻ സാധ്യത കുറവുള്ളത് കൊണ്ട് അവിടെ നിങ്ങൾ അനുസരിച്ച് പോകണമെന്നുള്ളതാണ് അഭിപ്രായം. ഏഴര ശനി എന്ന് പറയുന്ന സമയത്ത് സ്വന്തം മക്കളെ പോലും വിശ്വസിക്കരുത്. നമ്മൾ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിനെ പോലും വിശ്വസിക്കരുതെന്നുള്ളതാണ് ഒരു വലിയ തത്വം. ഷെയർ മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. അതും നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാക്കാം. ഏഴര ശനി സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ കൂട്ടുകെട്ടുകളുണ്ടാകും. ഈ കൂട്ടുകെട്ടുകളെല്ലാം വളരെ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളെ ദ്രോഹിക്കുന്ന കൂട്ടുകെട്ടുകളായിരിക്കും. അത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളായാലും, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളായാലും, ആൺകുട്ടികളായാലും, അത് എങ്ങനെ ആയാലും നിങ്ങൾക്കിപ്പം വരുന്ന എല്ലാ കൂട്ടുകെട്ടും ഇല്ലെങ്കിൽ പഴയ കൂട്ടുകെട്ടുകളായാലും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവരോടും സഹകരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. നിങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ, വ്യാപാര സ്ഥലങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനോ ഇല്ലെങ്കിൽ മോഷണം പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം അതീവ ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കണം. പ്രത്യേകിച്ച് ഏഴര ശനി കാലഘട്ടങ്ങളിൽ എല്ലാ വ്യക്തികൾക്കും, ആണായാലും പെണ്ണായാലും, നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയമുണ്ടാകും. എവിടുന്നോ നമുക്ക് എന്താണെന്നറിയത്തില്ല, എപ്പോൾ നോക്കിയാലും ഒരു മനസ്സിനൊരു ഭയം. ആ ഭയം നിങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്താൻ പാടില്ല. അത് ഏഴര ശനി ആയതുകൊണ്ട് നമുക്ക് വരുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഏഴര ശനി സമയത്ത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അപമാനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പൊതു ഇടങ്ങളിൽ നിങ്ങൾ സംസാരിക്കുന്നതോ സഹകരിക്കുന്നതോ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അപമാനങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ സഹകരിക്കാൻ. ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, മേഷരാശിക്കാർ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. നിങ്ങൾക്ക് സങ്കടം വരാനുള്ള സ്ഥലങ്ങൾ, പെണ്ണ്, മണ്ണ്,
പൊന്ന്, ബന്ധുക്കൾ, സ്വന്തങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാർ മൂലവും നിങ്ങൾക്ക് ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ ഇടങ്ങളിലെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരുന്നാൽ ഏഴരശനി ഒന്നും തന്നെ നിങ്ങളെ ചെയ്തതായിട്ട് തോന്നത്തില്ല. വളരെയധികം സന്തോഷത്തോടു കൂടി ഈ 2.5 വർഷം നിങ്ങൾക്ക് താണ്ടി പോകാൻ പറ്റും. എല്ലാവർക്കും എപ്പോഴും നന്മ മാത്രം വരട്ടെ. മേഷ രാശിക്കാർ എല്ലാവരും സന്തോഷമായി തന്നെ ജീവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി.